അപ്പോൾ ഇന്ന് നമ്മൾ റോസ് ഫ്ലവറാണ് പഠിക്കുന്നത്. അതിനെ 40 ചെയിന് ആദ്യം ഇടുക കേട്ടോ. ഇങ്ങനെ 40 ചെയിൻ ഇടുക കേട്ടോ. ഞാൻ തോന്നിട്ടെ. ഓക്കെ, നമ്മളിതാ 40 ചെയിൻ ഇട്ടു കേട്ടോ. ഇനി നമ്മൾ ബാക്കിലത്തെ 6ാമത്തെ ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷിയാണ് കൊടുക്കുന്നത്. 1 2 3 4 5 6. 6ാമത്തെ ചെയിനിലേക്ക് യാൺ ഓവർ, ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക. ഹുക്കിൻ്റെ മുകളിൽ 3 ചെയിൻ, യാൺ ഓവർ, ഒരു നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. വീണ്ടും യാൺ ഓവർ, 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. വീണ്ടും യാൺ ഓവർ, 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഇപ്പോൾ ദേ ഇങ്ങനെയായ. ഇനി ഇവിടുന്ന് ഒരു 4 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 3 4. 4 ചെയിൻ ഇട്ടു. 4 ചെയിൻ ഇട്ടിട്ട് ഈ സെയിം ഹോളിക്ക് തന്നെ ഇപ്പോൾ നമ്മൾ 40 6ാമത്തെ ചെയിനിലേക്കാണ് ഇത് ഇട്ടുണ്ടായിരുന്നത്. ആ സെയിം ഹോളിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ കൂടിയും ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക, ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിച്ചെടുക്കുക. ഹുക്കിൻ്റെ മുകളിൽ 3 ചെയിൻ, യാൺ ഓവർ ഒരെണ്ണം കളയുക, യാൺ ഓവർ 2 എണ്ണം കളയുക, യാൺ ഓവർ 2 എണ്ണം കളയുക. ഇപ്പോൾ ദാ ഇങ്ങനെയായി. ഇനി വീണ്ടും ബാക്കിൽ നിന്ന് 6ാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇടുക. 1 2 3 4 5 6. യാൺ ഓവർ, 6ാമത്തെ ചെയിനിൽ ഹുക്ക് ഇട്ടു, ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ഒന്നിൽ കൂടെ എടുത്തു, യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൽ കൂടെ എടുത്തു. രണ്ടെണ്ണത്തിൽ കൂടെ എടുത്തു, യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൽ കൂടെ എടുത്തു. ഇപ്പോൾ വീണ്ടും ഇങ്ങനെയായ. ഇനി വീണ്ടും 4 ചെയിൻ, 4. വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം ഈ ഒരു റൗണ്ടിലേക്ക് തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ യാൺ ഓവർ, ഒരു നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, യാൺ ഓവർ, 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. വീണ്ടും യാൺ ഓവർ, 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഇനി വീണ്ടും ബാക്കിലേക്ക് 6ാമത്തെ ചെയിനിൽ ഹുക്ക് ഇടുക, ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4 5 6. 6ാമത്തെ ചെയിനിൽ വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി വീണ്ടും ചെയിൻ ഇടുക. വീണ്ടും 4 ചെയിൻ ഇടുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ സെയിം ചെയിനിൽ തന്നെ ചെയ്യുക. കണ്ടില്ല? ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെയായിട്ടാ. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ആവണത് വരെ 6 ചെയിനിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 4 ചെയിൻ ഇടുക. വീണ്ടും ആ സെയിം ചെയിനിൽ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ആക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഇതാ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാവുക നമ്മളുടെ കിടക്കുന്നുണ്ടാവുക ലാസ്റ്റ് ചെയ്ത്. അത് നമ്മൾ ജസ്റ്റ് തിരിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഈ കട്ട് ചെയ്തിട്ടുള്ള നൂലിൻ്റെ താഴത്തേക്ക് തന്നെയാണ് നമ്മൾ ചെയ്തുള്ള മേലേക്കും. ഇനി ചെയ്യേണ്ടത് 3 ചെയിൻ ഇട്ട് കൊടുക്കുക. 3 ചെയിൻ ഇട്ടു. ഇനി അതിന് ശേഷം ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ 10 ഡബിൾ ക്രോഷ്യ ചെയ്യണം. യാൺ ഓവർ, റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇട്ടു, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിച്ചു, യാൺ ഓവർ, ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച്, യാൺ ഓവർ 2 എണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് വലിക്കുക. വീണ്ടും യാൺ ഓവർ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഒരെണ്ണമായി. ഇനി ഇതൊന്ന് തള്ളി അടുപ്പിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. 10 എണ്ണം ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണേ. യാൺ ഓവർ, റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇട്ടു, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിച്ചു, ഹുക്കിൻ്റെ മുകളിൽ 3 നൂല്, യാൺ ഓവർ 1 കളഞ്ഞു,
യാൺ ഓവർ 2 കളഞ്ഞു, യാൺ ഓവർ 3 കളഞ്ഞു, 2 കളഞ്ഞു. ഓക്കെ, 2 കഴിഞ്ഞു. യാൺ ഓവർ മൂന്നാമത്തെ ചെയ്യാണ്. യാൺ ഓവർ 1 കളയുക, യാൺ ഓവർ 2 കളഞ്ഞു, യാൺ ഓവർ 2 കളഞ്ഞു. ഇനി ഓരോ വട്ടം ചെയ്യുമ്പോഴും അടുപ്പിച്ച് കൊടുക്കുക കേട്ടോ. 10 അതിൻ്റെ ഉള്ളിൽ കൊള്ളണേ. കണ്ടില്ലേ അടുപ്പിച്ച് കൊടുത്തത്? ഇപ്പോൾ നമ്മൾ 3 കഴിഞ്ഞു. 4, 5, 6, 6 കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു 4 കൂടി ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണം. 7, 8, 8. ഇതിങ്ങനെ തന്നെ 2 കൂടിയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ 10 ഇതിൻ്റെ ഉള്ളിൽ ചെയ്തു കേട്ടോ. കണ്ടില്ലേ? ഇനി ഈ ഒരു ഗ്യാപ്പില്ലേ, ഇപ്പോൾ ഇതടുത്ത ഹോള്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ ഒരു സിംഗിൾ ക്രോഷിയാണ് ചെയ്യേണ്ടത്. അതിനാദ്യം യാൺ ഓവർ ചെയ്ത് ഈ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക്, അടിയിലത്തെ ആ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഹുക്കിട്ട് മേലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ യാൺ ഓവർ ചെയ്യേണ്ട കേട്ടോ, ഡയറക്റ്റ് ഹുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. വീണ്ടും യാൺ ഓവർ ചെയ്യുക, തിരിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ 2 നൂല്, യാൺ ഓവർ 1 കളഞ്ഞു, യാൺ ഓവർ 2 കളഞ്ഞു. കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ വന്നത്? ഇനി ഇതേപോലെ തന്നെ അടുത്ത ഈ ഗ്യാപ്പിൽ 10 ഈ നടുവിൽ സെൻറ്ററിൽ സിംഗിൾ ക്രോഷ്യ, വീണ്ടും ഡബിൾ ക്രോഷ്യ, വീണ്ടും സിംഗിൾ ക്രോഷ്യ, വീണ്ടും ഡബിൾ, പിന്നെ സിംഗിൾ. ഇങ്ങനെ ഇത് കഴിയണ വരെ ചെയ്യാട്ടോ. ഇത് നോക്കി, ഇപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു റോയിലൂടെയാണ് കേട്ടോ എനിക്ക് ചെയ്യാനുള്ളത്. കണ്ടില്ലേ? ഇനി ഇപ്പോൾ ഇതാ 10 ഡബിൾ ക്രോഷ്യായിട്ടാണ് കഴിഞ്ഞേക്കണത്. ഇനി ഈ റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അതിനെ ഹുക്ക് ഉള്ളിലേക്ക് ഇടുക, റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇടുക, തിരിച്ച് വലിക്കുക. ഹുക്കിൻ്റെ മുകളിൽ 2 നൂല്, യാൺ ഓവർ 1 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക, യാൺ ഓവർ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഇനി ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം 10. യാൺ ഓവർ റൗണ്ടിൻ്റെ കൂടെ വലിക്കുക, തിരിച്ച് വലിക്കുക, യാൺ ഓവർ 1 ഉള്ളിൽ കൂടെ കളഞ്ഞു, യാൺ ഓവർ 2 ഉള്ളിൽ കൂടെ കളഞ്ഞു, യാൺ ഓവർ 2 ഉള്ളിൽ കൂടെ കളഞ്ഞു. ഇങ്ങനെ 10 ചെയ്യട്ടെ. 1, 2, 3, 7, 7, 8. ഇനി ഇവിടെ 2 കൂടി ഇടാനുള്ള സ്പേസ് ആക്കണം. അത് ഒന്നുകൂടി ഇതെങ്ങനെ അമർത്തി നീക്കി കഴിഞ്ഞാൽ 2 കൂടി ഇടാനുള്ള സ്പേസ് ഉണ്ട്. കണ്ട, ഇത് 1 കൂടി ഇടാനുള്ള സ്പേസ് ഉണ്ട്.
ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും കേട്ടോ വലിക്കുമ്പോഴൊക്കെ. ഇത് ഇത്ര സ്പേസിൽ നൂല് വരില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ലാസ്റ്റത്തേൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഹുക്കിടുക, കണ്ടില്ലേ, ഹുക്കിടുക, യാൺ ഓവർ, തിരിച്ച് വലിക്കുക. ആദ്യം ഒരു ചെയിൻ കളയുക, പിന്നെ 2 ചെയിൻ കളയുക, യാൺ ഓവർ ചെയ്തു. ഇപ്പോൾ ഇതാ നമ്മുടെ വർക്ക് ഇതാ ഇത്രയായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് പോലെ ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെയിനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ജസ്റ്റ് ഹുക്ക് ഇടണം. യാൺ ഓവർ ചെയ്ത് 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇത് കണ്ട, ഇപ്പം ഇങ്ങനെ വലിക്കുമ്പോൾ 2 നൂല്, ഈ രണ്ടാമത്തെ നൂല് ഇതാ ഇങ്ങനെ വലിക്കുക. ഇനി ഇവിടെ കട്ട് ചെയ്യുക കേട്ടോ. ഇതാ ഇനി നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം ഈ നൂലിൽ പുറത്തേക്ക് കംപ്ലീറ്റായി വലിച്ചിടണം. ഇപ്പോൾ ഇതാ കണ്ട അതിലേ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഇതിലുള്ള നീഡിലില്ലേ, ഈ നീഡിലേക്ക് നമ്മൾ ഈ ഹുക്ക് എന്താ ഈ നൂല് ഇടണം കേട്ടോ. കുറച്ച് നൂല് നമ്മളിട്ടു. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങിയില്ല, ഇവിടം കൊണ്ട് മെല്ലെ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരിക. ചെറുതാക്കി ചുരുട്ടി കൊണ്ടുവരിക. കണ്ടില്ലേ, ഇതാ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവന്നിട്ട് കണ്ടില്ലേ, ഏതെല്ലാം ഇതാക്കിയാൽ മതി. ഈ സ്പേസ് ഇനിയും ചെയിന് കൂട്ടി കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിത് ബാക്കിലേക്ക് തിരിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് ഈ നീഡിൽ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ തുന്നിയിട്ട് ഒന്ന് ആ ലീഫ് ഇപ്പോൾ നമ്മൾ ചുരുട്ടി, അതായത് ഈ ചുരുട്ടി വെച്ചത് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെക്യൂർ ചെയ്യുക. 4-5 വട്ടം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് തുന്നി കൊടുത്താൽ മതി. ഈ ലീഫ് ഒന്നുകൂടി ആവാണ്ട് കണ്ടില്ലേ. നമ്മൾ ഓരോ വട്ടം ചെയ്യുമ്പോൾ നോക്കുക ഏതൊക്കെയാണ് ലൂസായി വരുന്നതെന്നുള്ളത്. ഇപ്പോൾ ഇവിടം കൊണ്ടൊക്കെ ഓക്കെ ആയി. ഇനി ഇതാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് മെല്ലെ ഇവിടെ നിന്നൊന്ന് പിടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് തുന്നി കൊടുക്കുക. അപ്പോൾ തുന്നിയെടുത്തു. ഓക്കെ ആയില്ലേ. ഒന്ന് ഏതാളും പോലെ ഒന്ന് വിരിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഓക്കെ ആയില്ലേ. ഇനി ഈ ബാക്കിൽ വരുന്ന ഈ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ടായിരുന്ന നൂലൊന്ന് കട്ട് ചെയ്യുക. ഇനി ബാക്കി വരുന്ന നൂലുകളൊക്കെ ഒന്നെടുത്ത് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ മതി. ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ നൂല് കെട്ടിയ 2 വട്ടം കെട്ടി ബാക്കിയുള്ള ഈ നൂലൊന്ന് കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ ഓക്കെ ചെയ്യുക. കണ്ടില്ലേ, നമ്മളത് ഒന്ന് ഫിനിഷിങ് ആവുന്നത് വരെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്ക് കേട്ടോ.